യൂണിയൻകാരുടെ ഗർജനം കേട്ട് ഞെട്ടാത്തവനും ദേശാഭിമാനിയുടെ തള്ളു കേട്ടാൽ ഒന്ന് ഞെട്ടാതെ പോകില്ല. അത് വിനു വി ജോൺ ആയാലും സാക്ഷാൽ മോദിജി ആയാലും. അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഉത്തമ മനസ്സിലായി. ഭാരതം എന്നാൽ കേരളം മാത്രമാണ് എന്ന ശാസ്ത്ര സത്യം വെളിപ്പെടുത്തി ഒരു ജനകീയ സമരത്തിന് കൂടി തിരശീല വീണിരിക്കുകയാണ്. വഴിയിൽ പോകുന്ന സാധാരണക്കാരെ നിസ്സാരമായി ഒന്ന് നിലത്തിട്ട് ചവിട്ടുക, ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, പൊട്ടാറായിരിക്കുന്ന വാഹനങ്ങളുടെ ടയറുകളുടെ കാറ്റടിച്ചു വിട്ട് സഹായിക്കുക, അങ്ങനെ ജനകീയമായ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ചാകര തന്നെ സമരത്തിന് നൽകാൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹം തന്നെയായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാൻ, ജനസേവനത്തിന്റെ ഇത്രയും മനോഹരമായ അവസ്ഥാന്തരങ്ങൾ കാഴ്ചവെച്ചിട്ടും മാധ്യമങ്ങൾക്കൊന്നും വലിയ മതിപ്പില്ലെന്നേ. സംശയമുണ്ടെങ്കിൽ കരീം സഖാവിനോട് ചോദിച്ചാൽ മതി. 2 മാസം മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ പണിമുടക്ക്. പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച് എല്ലാ തെരുവുകളിലും നടന്നു പണിമുടക്കിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര മാധ്യമങ്ങൾ വന്നു. ഈ തൊഴിലാളികളുടെ ഈ സമരത്തിന്റെ സന്ദേശം ഒന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്നൊക്കെ ഇപ്പൊ പോകുന്നു. ഏതോ ഒരു ഓട്ടോറിക്ഷ തടഞ്ഞു വെച്ചു, അപ്പുറത്താരെ ഒരാളെ മാന്തി, ഇപ്പുറത്തൊരാളെ പിച്ചി. പരാതികളാണ് പത്രങ്ങളിലൊക്കെ. ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തി തലക്കടിച്ച് ബോധം കെടുത്തുന്നത് പോലുള്ള നിസ്സാര കാര്യത്തിനൊക്കെ ജനം വലഞ്ഞു, പിച്ചി, മാന്തി എന്നൊക്കെ വ്യാഖ്യാനിച്ച മാധ്യമങ്ങൾക്ക് ഇതിലും വലിയ മറുപടി എവിടെ കിട്ടാനാണ്? വാഹനങ്ങൾ പണിമുടക്കിയതിനെ തുടർന്ന് സമരപന്തലിലേക്ക് ഇത്രയും ദൂരം നടന്നെത്തി ഈ മാധ്യമ ക്രൂരത വെളിപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. യൂണിയൻകാരെ രോമാഞ്ചം കൊള്ളിച്ച കരീം സഖാവിന്റെ വിപ്ലവ കോമഡിയെ അന്തിച്ചർച്ചയിൽ ഏഷ്യാനെറ്റിന്റെ സ്വന്തം വിനുചേട്ടനും പ്രശംസിക്കാൻ മറന്നില്ല. ഇളവരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. എന്നിട്ട് അതിലുള്ള ആളുകളെ, ഇളവരം കരീം കുടുംബസമേതമാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടണമായിരുന്നു. ഇളവരം കരീം പോയ ഒരു വണ്ടിയുടെ കാറ്റടിച്ചു വിടണമായിരുന്നു. ഇളവരം കരീമിനെ, യാസറിനെ പോലെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു. നോവണം ശ്രീ രാജേന്ദ്രൻ, മനുഷ്യന് നോവണം. അല്ലാതെ ഒരു പൗരനെ ആക്രമിച്ചത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാന്തി, പിച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ദേഹത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്താൽ ഇവർ മിണ്ടാതിരിക്കുമോ? സംഭവം കേട്ടിരുന്ന ചന്ദ്രശേഖരൻ സാറിന് അതങ്ങടെ അത്ര ദഹിച്ചില്ല. മൂപ്പര് സ്പോട്ടിൽ തന്നെ ചോദിച്ചു, ഇളമരം കരീം പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഇളമരം കരീമിന്റെ കരണത്തടിക്കണമെന്ന് ബിനുവിന് ആഗ്രഹമുണ്ടെങ്കിൽ പോയി അടിക്കാൻ നോക്ക്. എന്തായാലും ആടിനെ പട്ടിയാക്കുന്ന ആ മനോഹരമായ ചോദ്യം ഒരു ചെറിയ സൂചന മാത്രമായിരുന്നു. പിന്നീട് വിനുചേട്ടനോടുള്ള പ്രത്യേക ബഹുമാനം കണക്കിലെടുത്ത് യൂണിയൻ പ്രതിനിധികൾ ഓരോരുത്തരായി ആശംസകളുമായി വന്നു തുടങ്ങി. പണിമുടക്കിൽ ഒഴിവ് കൽപ്പിക്കപ്പെട്ടിരുന്ന CPM പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തിയ അൻവർ സഖാവും തന്നാലാവുന്ന വിധത്തിൽ വിനുചേട്ടനുള്ള ആദരവ് പ്രകടിപ്പിച്ചു. ഇവന്റെയൊക്കെ വായെന്ന് വിളിച്ചു പറയുന്ന സകല തമ്മാടിത്തങ്ങളും കേട്ടു നിൽക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇവനെയൊക്കെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഈ നാട് കടത്തേണ്ടവനാണ്. വിനുചേട്ടനെ നാട് കടത്തിയാൽ തീരുന്ന പ്രശ്നമേ എല്ലാം ശരിയാക്കുന്ന പാർട്ടിക്കുള്ളൂ എന്നതാണ് അൻവർ സഖാവിന്റെ വാദം. പണിയെടുക്കാൻ ആഗ്രഹമില്ലാത്തവനോട് പണിയെടുക്കാൻ പറയാൻ കോടതിക്ക് എന്താണ് അവകാശം എന്ന വിപ്ലവ ചിന്തയുടെ ഉപജ്ഞാതാവ് ആനത്തലവട്ടം ആനന്ദനും വിനുചേട്ടനുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. ആരെല്ലാം എതിർത്താലും ആ എതിർപ്പിനെ അതിജീവിക്കാൻ ഈ വർഗത്തിന് കഴിയും, തൊഴിലാളി വർഗത്തിന് കഴിയും, അധ്വാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി 13-ാം തീയതിയിലെ കോടതിയുടെ മുമ്പിലുള്ള സമരവും നടക്കും. നിങ്ങളുടെ ഈ ഉമ്മാക്കി കണ്ട് മാളത്തിൽ വിളിക്കലല്ല, അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചത്. കേട്ടല്ലോ, ഇതുപോലുള്ള മാധ്യമ ഉമ്മാക്കി കണ്ട മാളത്തിൽ ഒളിക്കുന്നവനല്ല ഈ ആനത്തലവട്ടം ആനന്ദൻ. ഇതേ സമയം വിനു ജോണിന്റെ അവതരണം ബഹിഷ്കരിച്ച് കേരളത്തെ രക്ഷിക്കാനായിരുന്നു കോടിയേരി സഖാവിന്റെ പുറപ്പാട്. ഏഷ്യാനെറ്റ് മൊത്തത്തിൽ ഞങ്ങൾ ബഹിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിൽ എല്ലാവരും അക്കൂട്ടത്തിലുള്ളവരല്ല. ഇങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകാം, അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ CPMന്റെ ആളുകൾ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല ചന്ദ്രശേഖരൻ സാറേ, മാറി മാറിയുള്ള ഈ ആദരവ് പ്രകടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ? ഇതിന്റെ പേരിൽ പതിവ് പോലെ പ്രകടനം അഴിച്ചുവിടൽ ഒന്നുമില്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാർ തിരുവനന്തപുരത്തെ ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ പണിമുടക്ക് തീർന്നതോടെ പണി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ യൂണിയൻകാർക്ക് വീണ്ടും പണി കൊടുത്തുകൊണ്ട് വിനുചേട്ടനോടുള്ള സ്നേഹാദരങ്ങളുമായി യൂണിയൻകാരുടെ ഏഷ്യാനെറ്റ് ഓഫീസ് മാർച്ച്.
ഗർജനം കേട്ട വിനുചേട്ടൻ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടിക്കാണണം. അല്ല സതീശേട്ടാ, ഈ യൂണിയൻകാരുടെ ഏഷ്യാനെറ്റ് ഓഫീസ് മാർച്ച് ഇതുവരെ അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടില്ലേ? ചാനലുകളിലോ മാധ്യമങ്ങളിലോ നമുക്കെതിരായി വാർത്ത വന്നാൽ അതിൻ്റെ ഭാഗമായി ചാനലുകളുടെ മുമ്പിലേക്കുള്ള സമരം നടത്തുന്നത് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിലേക്ക് സമരം നടത്തുന്നതിനൊന്നും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ് സംഘടനയായ INTUCയും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നുണ്ടല്ലോ സതീശേട്ടാ. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ല കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ല. പക്ഷേ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സംഘടനയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരുമായിട്ട് അത് സംസാരിക്കും. അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ INTUCയെ സതീശേട്ടന് ചെറുതായി ഒന്ന് തള്ളി പറയേണ്ടി വന്നു. സംഭവം കേട്ട പാതി കേൾക്കാത്ത പാതി. സതീശേട്ടനെ ലക്ഷ്യമാക്കി INTUCയുടെ വക അടുത്ത മാർച്ച്. അല്ലെങ്കിൽ തന്നെ ഈ മാർച്ച് നടത്തുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേടേ. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ എല്ലാ ഉന്നമനത്തിനും കാരണം ഇത്തരം തമ്മിത്തല്ലലുകളാണല്ലോ. സതീശേട്ടന്റെ മറുപടിയുമായി ചന്ദ്രശേഖരൻ സാർ വീണ്ടും വന്നു. കോൺഗ്രസും INTUCയും എന്ന് പറഞ്ഞാൽ രണ്ടല്ല. ഞങ്ങൾ ഒരു തൊഴിലാളിയുടെ മെമ്പർഷിപ്പ് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ആ തൊഴിലാളിയും ആ കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മോദിജിയുടെ പണി കളയാൻ വന്ന പണിമുടക്കിന്റെ വകഭേദം ഏഷ്യാനെറ്റും താണ്ടി സതീശേട്ടന്റെ പണി കളയാനുള്ള ഉപപണിമുടക്കിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പണിയെടുക്കാത്തവൻ പണിയെടുക്കുമ്പോൾ പണിമുടക്ക് കൊണ്ട് ആറാട്ടെ എന്ന് പറയുന്നത് എത്ര സത്യമാണ്. അതായത് ഉത്തമ മനസ്സിലായി. ഒരു ബജറ്റ് ആകുമ്പോൾ അതിന്റെ മുറയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ബജറ്റ് ഭരണഘടനയിലെ അവിഭാജ്യ ഘടകമായ ഉന്തിനും തള്ളിനും ഒരു കുറവും വരുത്താതെയായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ പുതിയ ബജറ്റ് അവതരണവും. ബജറ്റിന്റെ നേതൃത്വം കൊടുത്തതോ എനിക്ക് സല്യൂട്ട് വേണം, നിങ്ങൾ എനിക്ക് സല്യൂട്ട് തരണമെന്ന് പറഞ്ഞ് മലയാളി മനസ്സുകൾ കീഴടക്കിയ നമ്മുടെ സ്വന്തം മേയർ വർഗീസ് ഏട്ടൻ തന്നെ. ഡെപ്യൂട്ടി സ്പീക്കർ ബജറ്റ് തള്ളാൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം പ്രകടനം തുടങ്ങിയിരുന്നു. പിന്നീടുള്ള പ്രകടനം മേയറിന്റെ ചേംബറിലേക്ക് മാറ്റിയ കോൺഗ്രസ് അനുഭാവികൾ മേയറിന്റെ മൈക്കും പിടിച്ചെടുത്തു. ശേഷം സല്യൂട്ട് മേയറിന്റെ ആമുഖ പ്രസംഗം പ്രതിപക്ഷം ചെറുതായി ഒന്ന് വലിച്ചു കീറിയതോടെ ഭരണപക്ഷവും രംഗപ്രവേശനം ചെയ്യുന്നു. വായിക്കുന്നത് എന്താണ് എന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരണം തുടർന്നു. ഭരണപക്ഷ അമ്മായിമാർ വനിതാ മതിൽ തീർത്ത് മേയർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകി. പിന്നീട് കണ്ടത് കിട്ടിയ അവസരം മുതലാക്കി കിട്ടുന്നവരെ പെറുക്കിയിട്ടടിക്കുന്ന അമ്മാവന്മാരെയും അമ്മായിമാരെയുമായിരുന്നു. കൊടുക്കുന്നവർക്ക് ഭരണപക്ഷമേതാ പ്രതിപക്ഷമേതാ എന്നതിൽ വല്ല ഉറപ്പുമുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. എന്തായാലും ബജറ്റ് വായിച്ചു തീർത്ത ഡെപ്യൂട്ടി മേയറിന്റെ കഷ്ടപ്പാടിനെ ഭരണപക്ഷം കൈയടിച്ച് അനുമോദിച്ചു. ശേഷം കോൺഗ്രസിന്റെ ഈ വിശിഷ്ട സേവനത്തെ പ്രശംസിച്ചുകൊണ്ട് പഴയ കോൺഗ്രസ് അനുഭാവിയായ സല്യൂട്ട് മേയർ 2 വാക്ക് സംസാരിച്ചുകൊണ്ട് കോർപ്പറേഷൻ അടിക്കാൻ തൽക്കാലത്തേക്ക് വിരാമമിട്ടു. ഇതാണ് കോൺഗ്രസിന്റെ തീരുമാനം, ഇതാണ് കോൺഗ്രസിന്റെ തത്വം, ഇതാണ് ജനാധിപത്യം. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. റോഡ് പണിയുന്നത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല ഞെട്ടിക്കാൻ കൂടി വേണ്ടിയാണ് എന്നതിന് ഉത്തമ ഉദാഹരണമായി കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ടാറിംഗ്. വഴിയരികിൽ നിർത്തിയിരിക്കുന്ന വാഹനങ്ങളോടുള്ള പ്രത്യേക ബഹുമാനം കണക്കിലെടുത്ത് വാഹനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിലായിരുന്നു റോഡിന്റെ അപാര ടാറിംഗ്. കേരളയിൽ വന്നാൽ പിന്നെ കെ റോഡിന്റെ ആവശ്യം വരുന്നില്ല എന്നതാണോ ഈ
വിപ്ലവ ടാറിങ്ങിന്റെ പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കുഴി മാത്രം അടയ്ക്കുന്ന സർക്കാരിന്റെ തനത് ടാറിങ്ങിന് ഇത്തരം നൂതന ആശയങ്ങൾ ഭീഷണിയാകുമോ എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പം ഇത്തരം ആധുനിക ടാറിംഗ് സമ്പ്രദായങ്ങളോട് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രതികരിക്കാനുള്ള അവസരവും പ്രിയ സഖാവ് മുമ്പേ തന്നിരുന്നു. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല, ഒക്കെ സുതാര്യമാണ്. ഏതൊരു റോഡിന്റെ പ്രവൃത്തിയും തകരാറിലായാൽ ആ തകരാറിലായ കാലാവധി ഈ കാലാവധിക്കകത്താണെങ്കിൽ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഉദ്യോഗസ്ഥരെ നടപ്പിലാക്കാൻ നിർബന്ധിതരാണ്, കരാറുകാർ ആ പ്രവൃത്തി നടത്താൻ നിർബന്ധിതരാണ് എന്നുള്ള കാര്യം കേരളത്തിൽ നടപ്പിലാവും. ഇത് വലിയ മാറ്റം കേരളത്തിലെ റോഡുകളിൽ വരും ഭാവിയിൽ എന്നാണ് പൊതുമരാമത്ത് വകുപ്പും കാണുന്നത്. എന്തായാലും പ്രവചന സിംഹത്തിന്റെ പ്രവചനം ഇത്രമേൽ ഫലം കാണുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. 35 ലക്ഷം രൂപ മുടക്കി BMBC നിലവാരത്തിൽ പണിത റോഡിന്റെ ദാരുണ അവസ്ഥ ഒരിക്കൽ കൂടി കണ്ടു നോക്കാം. എന്തായാലും റോഡിന്റെ പരീക്ഷണ ടാറിംഗ് കാരണം ട്രോളുകൾ ഏറ്റുവാങ്ങി കോർപ്പറേഷൻ സംതൃപ്തി അണഞ്ഞു എന്നറിഞ്ഞതോടെ കമ്പനി തന്നെ ബാക്കിയുള്ള ടാറിംഗ് പൂർത്തിയാക്കി കൊടുത്തു. വാറ്റുകപ്പയുടെ വിപ്ലവ ആശയമായി വന്നപ്പോൾ സർക്കാർ മദ്യവർജന നയം പാടെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിച്ചവർക്ക് തെറ്റിയോ എന്നൊരു സംശയം. അങ്ങനെ സർക്കാർ വീണ്ടും മദ്യവർജന പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സർക്കാരിന്റെ മദ്യവർജന നയത്തെ തുടർന്ന് മദ്യം വാങ്ങാം പക്ഷെ കുടിക്കാൻ പാടില്ല എന്ന പുതിയ നിയമസംഹിതയുമായി എത്തിയിരിക്കുകയാണ് സാക്ഷാൽ കേരള പോലീസ്. മീനച്ചിലാറിന്റെ കരയിൽ കാറ്റും കൊണ്ട് ബീറടിക്കാൻ വന്നതായിരുന്നു നിഷ്കുകളായ 2 യുവാക്കൾ. പ്രകൃതി സൗന്ദര്യം ക്യാമറ കണ്ണിൽ പകർത്തുന്ന സാധുവായ പ്രകൃതി സ്നേഹിയോട് മീനച്ചിലാറിന്റെ കരയിലിരുന്ന ബീറടിച്ചാൽ പോലീസ് പിടിക്കുമോ എന്ന് വിനയകുലീനരായ യുവാക്കൾ ചോദിക്കുന്നു. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പോലീസിനോട് തന്നെ ബിയർ അടിക്കാൻ അനുവാദം ചോദിച്ച് മാതൃകയായ യുവാക്കൾക്കെതിരെ കേസെടുത്തുകൊണ്ട് പോലീസ് മാതൃകയായി. കയ്യിൽ കുപ്പിയും ഗ്ലാസുമായി എതിരെ വരുന്ന മഫ്തി പോലീസിനെ കണ്ടാൽ യുവാക്കൾ തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എവിടെയിരുന്ന് വെള്ളമടിച്ചാൽ പണി കിട്ടുമോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയായി വരൂ നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകാമെന്ന് പറയാൻ കാണിച്ച കേരള പോലീസിന്റെ ആ വലിയ മനസ്സ് ആരും കാണാതെ പോകരുത്. ഞാൻ റേഷൻ കടയ്ക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു സാറേ, സത്യമായിട്ട്. വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എന്നോട് ചോദിക്കും എവിടെ നിന്ന് വെള്ളം അടിച്ചാൽ വല്ലതും പിടിക്കുമെന്ന്. എന്തായാലും കുപ്പി പൊട്ടിക്കാൻ വേണ്ടി കാത്തിരുന്ന പോലീസിന്റെ വിശാല മനസ്സ് യുവാക്കൾ സ്മരിച്ചു കാണണം. അങ്ങനെ മദ്യവർജനം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കുന്നു എന്നതിൽ ഓരോ മദ്യപാനിക്കും അഭിമാനിക്കാം. മദ്യം വിൽക്കാൻ ഇനി റേഷൻ കടകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ പോലും ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ പോയി വെള്ളം അടിക്കുന്നവരെ ഇങ്ങനെ തടഞ്ഞില്ല എങ്കിൽ മദ്യവർജനം നടക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ എന്നതും വിസ്മരിക്കാനാകില്ല. അങ്ങനെ സർക്കാരിന്റെ ജനസേവനം കേരള കുറ്റികളുടെ രൂപത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയതോടെ സേവനം 2 മടക്കി പോക്കറ്റിൽ ഇട്ടോളൂ എന്ന ഈ ജനങ്ങൾ. ഇനിയിപ്പോൾ വാര്യര് പറയും പോലെ BJPയുടെ കാലമാണല്ലോ. കിട്ടിയ ഗ്യാപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കിട്ടുന്നത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുക എന്നതാണല്ലോ നമ്മുടെ പ്രധാന നയം. അതിനുള്ള കഠിന പ്രയത്നമാണ് മുരളീധരേട്ടന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്നതും. ഇനി നടക്കാൻ പോകുന്നത് കേരളിനെതിരെയുള്ള മുരളിച്ചേട്ടന്റെ ബോധവൽക്കരണ ക്ലാസ് ആണ്. മുരളിച്ചേട്ടൻ എത്തുന്നത് മുൻകൂട്ടി അറിഞ്ഞ വീട്ടുകാർ സ്വീകരിക്കാൻ നിൽക്കുന്നുമുണ്ട്. ഒരു സെക്കൻഡ്, അവിടെ ആനയിക്കാൻ നിൽക്കുന്ന ചേച്ചി മുരളിച്ചേട്ടനെ പ്രകീർത്തിച്ച് എന്തോ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ, ചേച്ചിക്ക് ആള് മാറിയതാണോ എന്തോ. മുദ്രാവാക്യം ജനനായകൻ പിണറായി വിജയൻ സഖാവിന് വേണ്ടി ഉള്ളതാണല്ലോ. എന്തായാലും കേരള കുറ്റികൾ ഇതുവരെ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന കാര്യം ഉറപ്പായി. ഞങ്ങളെ സ്ഥലം വികസന പദ്ധതിക്ക്, ഞങ്ങളെ സ്ഥലം വികസന പദ്ധതിക്ക്, ഞങ്ങളെ സ്ഥലം വികസന പദ്ധതിക്ക്. എന്റെ വീട് അണ്ണനുക്ക്, എന്റെ സ്ഥലം അണ്ണനുക്ക് എന്ന് പറയുന്ന ചേച്ചിയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാമല്ലോ കേരളിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്. ഇടയ്ക്ക് മുരളിച്ചേട്ടൻ ഒരു 30 സെക്കൻഡ് താ എന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നീ ഒന്നും പറയണ്ട എന്ന മട്ടിലാണ് ചേച്ചി.
ഞങ്ങൾക്ക് 1 രൂപയും വേണ്ട, 1 രൂപയും വേണ്ട. സാറൊന്നും പറയണ്ട, സാറൊന്നും പറയണ്ട. ഇതാണ് CPM-ന്റെ നയം. അങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് മാറുന്നത്. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോണം. നാട് നന്നാക്കാൻ കിട്ടിയ ഗ്യാപ്പിൽ CPM കൗൺസിലറുടെ വീട്ടിൽ കയറി ചെന്ന മുരളിച്ചേട്ടന് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്? ഇതിനിടയിൽ കേരളയിൽ വരാൻ അഗാധമായി ആഗ്രഹിക്കുന്നതിനുള്ള കാരണവും ചേച്ചി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഗുരുവായൂർ പോണം, ആരും വേണ്ട, ആരെ കൂട്ടുമില്ലാതെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണം. ഏതായാലും വീടിന്റെ നടുവിലൂടെയുള്ള ചേച്ചിയുടെ ഗുരുവായൂർ യാത്രാ സ്വപ്നം സർക്കാർ നടത്തിക്കൊടുക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കുറച്ചു നേരത്തെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മുരളിച്ചേട്ടൻ സ്റ്റാൻഡ് വിട്ടു. പക്ഷെ അവിടം കൊണ്ടൊന്നും സംഭവം അവസാനിക്കുന്നില്ലല്ലോ. ചേച്ചിയുടെ മുദ്രാവാക്യ ഗർജനം കേട്ടാണ് മുരളിച്ചേട്ടൻ പേടിച്ചോടിയത് എന്നതായിരുന്നു ചേച്ചിയുടെ വാദം. കണ്ട മാത്രയിൽ ഞാൻ ഒരു മുദ്രാവാക്യമാണ് വിളിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സ്തംഭിച്ചു. അതായത് എന്റെ മുദ്രാവാക്യം ഇതായിരുന്നു, ജനനായകൻ പിണറായി വിജയൻ എന്നുള്ള ആ ഉച്ചത്തിലുള്ള വിളിയിൽ പിന്നെ അവർക്ക് പോയാൽ മതി. കിട്ടിയതൊക്കെ വാരിക്കൂട്ടി പതിവ് പോലെ BJP അണികൾ സ്ഥലം വിട്ടുവെങ്കിലും സഖാവ് ഈ വിഷയത്തിൽ മുരളിച്ചേട്ടനുള്ള ട്രോളുമായി വന്നു. എന്താണ് കേരളയിലോടുള്ള ജനങ്ങളുടെ മനോഭാവമെന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന ദൃശ്യങ്ങൾ ഈ അടുത്ത നാളിൽ കാണാനിടയായത്. ഇങ്ങനെയെല്ലാം ഉള്ള കേന്ദ്രമന്ത്രിമാരുണ്ടായാൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ചു. CPM കൗൺസിലറുടെ വാക്കുകൾ കേരളയിലോടുള്ള ജനങ്ങളുടെ മനോഭാവമാണെന്ന് പറഞ്ഞ സഖാവിന്റെ തന്ത്രപരമായ വാക്കുകളിൽ മലയാളികൾ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഉത്തമ മനസ്സിലായി. അടുത്തിടെയായി കോൺഗ്രസ് അണികൾക്ക് കിട്ടുന്ന തല്ലിന് കൈയും കണക്കൊന്നും ഇല്ലല്ലോ. കേരളത്തിൽ നിന്ന് കിട്ടുന്ന തല്ലിന് വാലിഡിറ്റി കുറവാണെന്നും പറഞ്ഞ അങ്ങ് ദില്ലിയിൽ വരെ പോയി അടി വാങ്ങിയ കോൺഗ്രസ് എംപിമാർ പുതിയ ചരിത്രവും സൃഷ്ടിച്ചിരുന്നു. ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ ഓപ്പറേഷൻ കുറ്റിയുമായി പോയ കുറ്റത്തിനാണ് യൂത്ത് കോൺഗ്രസ് ഇത്തവണ അടി വാരിക്കൂട്ടിയത്. RDO ഓഫീസിലേക്ക് പാഞ്ഞു കയറുന്ന യൂത്ത് കോൺഗ്രസിന്റെ തിടുക്കം കണ്ടാൽ പോയിട്ട് കുറേയിടത്ത് കുറ്റി നാട്ടാനുണ്ടെന്ന് പോലും തോന്നിപ്പോകും. കുറ്റിയുമായി പാഞ്ഞു വന്ന വെട്ടുകിളികളെ ലാത്തികൊണ്ട് നേരിടാൻ പോലീസ് തീരുമാനിച്ചതോടെ യൂത്ത് കോൺഗ്രസിന്റെയും പോലീസിന്റെയും അടിച്ചോ പിടിച്ചോ കളിക്ക് റവന്യൂ ഡിവിഷൻ ഓഫീസ് വേദിയാകുന്ന കാഴ്ചയാണ് കണ്ടത്. ചെറുതായൊന്ന് അഴിഞ്ഞതോടെ തല്ലുകൊള്ളാൻ വന്നവർ ബാക്കിയുള്ള തല്ലും കൂടെ മേടിച്ചിട്ടേ പോകൂ എന്ന മട്ടായി. പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നിലത്തിരുന്ന് പ്രതിഷേധം തുടർന്ന അണികൾ പോലീസിന്റെ അകമ്പടിയോട് കൂടെ തന്നെ പോലീസിനുള്ള പൊങ്കാലകളുമായി അവിടെ തുടർന്നു. ഇതേ സമയം നിശബ്ദനായി കുറ്റിയും കെട്ടിപ്പിടിച്ചിരുന്ന കുറ്റിമുതലാളി പിന്നീടുള്ള പ്രകടനത്തിൽ മാതൃകയായി. ഇത്രയും തല്ലു വാങ്ങി കൂട്ടിയിട്ടും ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് ഉറക്കെ നിലവിളിക്കുന്ന ചേട്ടനെ കണ്ട് തല്ലിയ പോലീസുകാർ പോലും ദുഃഖത്തിലാവാതെ തരമില്ല. അതായത് ഉത്തമ മനസ്സിലായി. ജനസേവനത്തിന്റെ ഇത്തരം വിപ്ലവ പരിഷ്കാരങ്ങൾ അവസാനിക്കുന്നില്ല. അതായത് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.